ഞങ്ങളുടെ വീട്ടിലെ പെസഹ വിരുന്നിന്റെ വിശേഷങ്ങളാണ് ഇന്ന്. പെസഹായും കഷ്ടാനുഭവ ആഴ്ചയൊക്കെ ക്രിസ്ത്യാനികൾക്ക് ഒരു അനുഭവം തന്നെയാണ്. പെസഹ അപ്പം ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ പൂർവികർ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ഏകദേശം ഫോളോ ചെയ്യാനാണ് നമ്മളിവിടെ ശ്രമിച്ചിരിക്കുന്നത്. 1 കിലോ അരിക്ക് 1/2 കിലോ ഉഴുന്ന് വരെ എടുക്കാം. കുറച്ച് കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല. പിന്നെ വേണ്ട പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ് തേങ്ങ. തേങ്ങക്കൊത്ത് വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെറുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ് വറുത്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഇവിടെ പെസഹ അപ്പം ചുട്ടതും പുഴുങ്ങിയതും നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഇങ്ങനെ വറുത്ത് കോരി എടുക്കുന്ന ഐറ്റംസ് ഒന്നും നമ്മൾ പുഴുങ്ങിയ അപ്പത്തിൽ ഇടാറില്ല. ചുട്ടെടുക്കുന്ന അപ്പത്തിൽ ഞങ്ങൾ ഉപയോഗിക്കുന്നത് തേങ്ങ, ചെറുള്ളി, കറിവേപ്പില, കുറച്ച് ഇഞ്ചി, അതുപോലെ തന്നെ ചിരകിയ തേങ്ങയും ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അരി ഉഴുന്ന് കുതിർത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ജീരകവും ചേർക്കും. പിന്നെ ഉപ്പുവെള്ളം തളിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഈ കുഴയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ പെസഹാപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലത്തെ ഒരു കലം വേണം. അതിൻ്റെ കൂടെ ഒരു ഉരുളിയും വേണം. അതായത് ഈ പെസഹാപ്പം ചുട്ടെടുക്കുമ്പോൾ മുകളിൽ നിന്നും അടിയിൽ നിന്നും നമുക്ക് തീ കൊടുക്കാൻ പറ്റണം. അപ്പത്തേക്ക് നമ്മളിവിടെ പുഴുങ്ങുന്ന അപ്പമൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ചുട്ടെടുക്കുന്ന അപ്പത്തിൽ കുരിശടയാളം നമ്മൾ വെക്കും. ചീർക്കിളിയോ ഓലയോ ഉപയോഗിക്കും. ഇഡ്ഡലി പാത്രത്തിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അങ്ങനെ അത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ചുട്ടു തുടങ്ങാം. ഈ ചുടുന്ന അപ്പം നമ്മൾ പുളിപ്പിക്കാൻ വേണ്ടി വെക്കരുത്. പുളിപ്പില്ലാത്ത അപ്പം കഴിച്ചതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് പെസഹ അപ്പത്തിൽ നമ്മൾ പുളിപ്പിക്കാത്ത മാവ് കൊണ്ട് അപ്പം ചുടുന്നത്. മാവ് കുഴച്ച് അപ്പോൾ തന്നെ നമുക്ക് അപ്പം ചുട്ടു തുടങ്ങാം. ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അപ്പത്തിന്റെ മാവ് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ചുട്ടെടുക്കുന്ന അപ്പത്തിൽ ഞങ്ങൾക്ക് ഇവിടെ കനം കുറച്ച് നല്ല ക്രിസ്പി ആയിട്ട് എടുക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ അതുപോലെ നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് തീ വെച്ചിട്ടുള്ള വറകലം വെച്ചു കൊടുക്കണം. അതായത് മുകളിലും താഴെയും തീ വേണം. ഒരു സൈഡ് വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും നല്ല ക്രിസ്പി ആയിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ അപ്പമൊക്കെ ഇതുപോലെ സെറ്റാക്കി എടുക്കാം. ഇനി പെസഹ പാൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശർക്കര ഒന്ന് അല്പം വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് പിന്നെ തേങ്ങാപ്പാൽ വേണം. ഫ്ലേവറിന് ഏലക്കയും ജീരകവും ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ പാലിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്തിടാറുണ്ട്. അപ്പോൾ അത് രണ്ടും വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ ശർക്കര ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. കല്ലൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്. ഇനി ശർക്കര നമുക്ക് തേങ്ങാപ്പാലിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. പിന്നെ ഈ പാലിന് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ തന്നെ അരി ഉഴുന്ന് അല്പം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഏലക്കയും ജീരകവും കൂടെ ചേർത്ത് നമുക്ക് ഈ പാലിലേക്ക് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. കട്ടകളൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമുക്ക് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. പിന്നെ ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ അത്യാവശ്യം ഒന്ന് കുറുകി കഴിയുമ്പോൾ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം. ചില സ്ഥലങ്ങളിൽ ഈ പെസഹ പാലിൽ തേങ്ങാക്കൊത്ത് വറുത്തിടാറുണ്ട്. ഓരോ നാട്ടിലും ഈ പെസഹ അപ്പത്തിൻ്റെയും പാലിൻ്റെയും രുചി വ്യത്യസ്തമാണെങ്കിലും ആചാരങ്ങൾ മിക്കവിടത്തും ഒരുപോലെയാണ്. അപ്പം നിങ്ങളുടെ നാട്ടിലെ പെസഹ അപ്പത്തിൻ്റെയും പാലിൻ്റെയും വിശേഷങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട.